ചെന്നൈ നഗരം വിശുദ്ധനായ തോമസ് അപ്പോസ്തലന്റെ പാദമുദ്രകളാൽ പവിത്രമാക്കപ്പെട്ടതാണ്. അപ്പോസ്തലന്റെ തിരുശേഷിപ്പുമായി സെന്റ് തോമസ് ബസിലിക്ക വിശുദ്ധിയുടെ ചിറകുകൾ വീശി നിൽക്കുന്ന ഈ നഗരത്തിൽ പാവനമായ മറ്റൊരു ദേവാലയം കൂടിയുണ്ട്. സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ. നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു വിശുദ്ധ സ്ഥലത്തിന്റെ അപര്യാപ്തതയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ജനനം കുറിച്ചതെന്ന യാഥാർത്ഥ്യം ഓർക്കുക സുഖകരമാണ്. ഒരിക്കൽ കൂടി തിരുമൂലപുരത്തേക്ക്. ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി 100 വർഷങ്ങൾക്ക് മുൻപുള്ള സ്മരണ പുതുക്കുന്നതിനായി ഒരു വലിയ സംഘം വിദ്യാർത്ഥികൾ 2008 സെപ്റ്റംബർ 7-ാം തീയതി ബാലികാമഠം സ്കൂളിൽ ഒത്തുകൂടി. 90 വയസ്സുള്ള ബാബിയ എനിക്ക് ഈ അനാസാധ്യം വന്നിട്ട് ഒരു ഭാഗ്യവർദ്ധന നിർദ്ദേശിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും സംരക്ഷകനായ അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ശതാബ്ദി സ്മാരക ഫലകം അനാവരണം ചെയ്തുകൊണ്ട് 100 വർഷത്തിന്റെ ആഹ്ലാദം പങ്കുവച്ചു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള മൂവ്മെൻറ്റ് കോൺഫറൻസ് വരുമ്പോഴെല്ലാം ഞാൻ പറയാറുള്ള വേറൊരു സംഗതി, പലരും പറയാറുണ്ട് ഞാൻ പാതി ദൈവം പാതി എന്ന്. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറയണത് മുഴുവൻ ദൈവമാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ വരുമ്പോൾ ഒരു തലകറക്കം വരുന്നു, പരീക്ഷയുടെ തലേദിവസം ഒരു അസുഖം വരും. ഇനി പഠിക്കാനുള്ള ആഗ്രഹം വരണമെങ്കിൽ തന്നെ അതുപോലും ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഏത് പ്രതിസന്ധികളിലും നമ്മളെ മാറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചരിത്ര നിയോഗത്തിന്റെ സ്മരണകളായി വിറക്കുന്ന പുണ്യഭൂമി പരുമല. യുഗപ്രാഭവനായ പരുമല തിരുമേനിയുടെ ധന്യമായ ഓർമ്മകളിൽ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ നേർരേഖകൾ പതിഞ്ഞുകിടക്കുന്ന വിശുദ്ധമായ ഈ മണ്ണിലേക്ക് ലോകമെമ്പാടും നിന്ന് യുവജനശക്തി ഒഴുകിയെത്തും. 2008 ഡിസംബർ അവസാന വാരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി നിറവിനായി. ഈ സംഘടനയ്ക്ക് 100 വയസ്സ് പ്രായമായി. പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തിട്ട് 106 വർഷമായി. പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമം മഹത്വവൽക്കരിക്കപ്പെടുവാനും ഈ സംഘടനയ്ക്ക് ഊർജവും അതുപോലെ എല്ലാ നിലകളിലുള്ള പ്രചോദനവും ലഭിക്കാൻ തക്കവണ്ണം ആ പരിശുദ്ധന്റെ പ്രാർത്ഥന എന്നും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആണല്ലോ എന്തുകൊണ്ട് പരമത്തിന് വേണ്ടി പെരുന്നാളുള്ള വിദ്യാർത്ഥികളുടെ സമ്മേളനം ശ്രമിച്ചു കൂടിയിട്ടുള്ള എന്നുള്ള ചിന്ത ഞാൻ പ്രൊവൈഡായിരുന്ന അദ്ദേഹത്തിന് എൻ്റെ എഴുത്ത് 15 തിരിച്ചു വന്ന പ്രൊവൈഡിലേക്കാരും അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പ്രൊവൈഡുന്ന
is a very long time in the history of any institution, and MGO SCM can rightfully and proudly claim to be one of the oldest student movements in the country. But the centenary celebrations also offers us a very rare opportunity to step back and look at these 100 years and evaluate the role of MGOCM against the background of the changes that have swept India and the country. കാലം ചെയ്ത ഔഗേൻ ബാവായുടെ മഹാമനസ്കതയാണ് ഇതുപോലെ യോഗം തുടരുവാൻ അനുവദിച്ചതെങ്കിൽ ആ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു മഹാമനസ്കതയാണ് പ്രസ്ഥാനത്തിന് ആസ്ഥാനങ്ങൾ ഉണ്ടാകുവാൻ സഹായിച്ചത്. പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിമാർ MD ഹോസ്റ്റലിലെ അന്തേവാസികളായി കഴിഞ്ഞ അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ സെക്രട്ടറി ഔഗേൻ ബാവയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കോട്ടയം ഇന്നത്തെ സ്റ്റുഡൻറ് സെൻറ്റർ ഈ പ്രസ്ഥാനത്തിന് നൽകുവാൻ 100% സന്മനസ് കാണിച്ച ആ പരിശുദ്ധ പിതാവിൻ്റെ നല്ല മനസ്സിൻ്റെ മുമ്പിൽ തലകുനിക്കുകയാണ്. പിതാക്കന്മാരെ എല്ലാവരെയും ഓർക്കുകയാണ്. വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് പരിശുദ്ധ പിതാക്കന്മാർ അഭിനന്ദനത്തിൻ്റെ കൈമുദ്രകൾ കൈമാറി. If I am asked to name 2 institutions or organizations which had a real impact on my career or my life, or which had left a lasting impact on my career, I will mention the Balajana Sakyam movement and the Syrian student movement, Christian movement of my student days. It was a training in leadership, a training in organization. It was an opportunity to interact with young men of my age who were all concerned at that time, I should say overly concerned at that time, about the future of our church. We should not compare the present times with those days, because during my student days, I am talking of the middle 30s and the early 40s. In those days, the very existence of our church as an independent church in Kerala, in India, was being challenged. I have been a strong believer that organizations like the Students' Christian Movement have a great role to play in creating that spirit of service among the young men and women of the church, and also in providing a vision before them as to what they can do for the church and not merely what they can expect from the church. ശതാബ്ദിയുടെ പ്രാദേശിക സമ്മേളനങ്ങളിൽ അവസാനത്തെ സമ്മേളനം 2008 ഡിസംബർ 8 തിരുവനന്തപുരത്ത് നടന്നു. റവറൻ ഫാദർ MP ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിസ്തീയ സംഗീത കച്ചേരി ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണമായിരുന്നു. മനുഷ്യനെ മതം എന്താണ് പഠിപ്പിക്കുന്നത്? മതം മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ മതഭീകരത അതിന് വിരുദ്ധമായ ഒരു നിലപാടെടുക്കുന്നു. തൻ്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്ന ഒരിടത്ത് മതം അതിൻ്റെ ധാർമ്മികതയിൽ നിന്ന്, അതിൻ്റെ ആത്മീയതയിൽ നിന്ന്
വഴിമാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ആത്മീയതയിൽ നിന്നും അതിൻ്റെ ധാർമ്മികതയിൽ നിന്നും വഴിമാറിപ്പോകാതെ മതത്തെയും മതാനുയായികളെയും വിശ്വാസികളെയും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ മതത്തിന് തന്നെ ആണ് ഉള്ളത്. ആ ദൗത്യം 90 വർഷങ്ങൾക്ക് മുമ്പേ ഈ സഭയുടെ ആളുകൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ ധാർമ്മികതയെ മുൻനിർത്തിയിട്ടുള്ള മൂല്യബോധമുള്ള മൂല്യവിചാരമുള്ള ഒരു ജീവിതത്തെ കരുപിടിപ്പിച്ച് കൊണ്ടുവരുവാൻ ഇങ്ങനൊരു വിദ്യാർത്ഥി സംഘടന ഉതകും എന്ന് വിചാരിക്കുന്നത്. എന്നവർ വിചാരിച്ചത് സ്വപ്നം കണ്ടത്. ശതാബ്ദി സ്മരണയായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നേതൃപരിശീലന ക്യാമ്പുകൾ, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അന്തർദേശീയ വിദ്യാർത്ഥി കേന്ദ്രം എന്നിവ ഉൾപ്പെടുന്നു. പഠന മേഖലയിൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ, വിശ്വാസ പഠന പുസ്തകങ്ങൾ, ഓഡിയോ വീഡിയോ കാസറ്റുകൾ, പിതാക്കന്മാരുടെ ചരിത്രം. സേവന മേഖലയിൽ സ്കോളർഷിപ്പുകൾ, 100 വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ വിദ്യാഭ്യാസം, വിവാഹ ഭവന സഹായം, സ്വയം തൊഴിൽ സാമ്പത്തിക സഹായം. MGOCSMൻ്റെ ഭൂത വർത്തമാനകാല തലമുറകളുടെ ഹൃദയസ്പന്ദനത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ ഡോക്യുമെൻ്ററി. ഈ ഹൃദയസ്പന്ദനങ്ങൾ വരും തലമുറകൾ ഏറ്റുവാങ്ങി അതിൻ്റെ പൂർത്തീകരണത്തിനായി അധ്വാനിക്കും. അത് കണ്ട് സന്തോഷിക്കുവാൻ പൂർവ്വപിതാക്കന്മാരുടെ ആത്മാക്കൾക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ സംരംഭത്തെ നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശതാബ്ദി വർഷം മനുഷ്യ നന്മയ്ക്കുതകുന്ന ധാരാളം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം ഇനിയും സംഭവിക്കുവാനിരിക്കുന്നത് അടുത്ത തലമുറകളിലൂടെയാണ്. അടുത്ത തലമുറകൾ ഇത് ഏറ്റുവാങ്ങി അതിൻ്റെ പൂർത്തീകരണത്തിനായി അധ്വാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച ധാരാളം ആളുകളുണ്ട്. യൂണിറ്റ് മെമ്പേഴ്സ്, സീനിയർ ഫ്രണ്ട്സ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം ലോകമെങ്ങും ഉയരുവാൻ ഇതുമൂലം സംഗതിയാക്കട്ടെ. സഭയുടെ കൊമ്പ് ഇതുമൂലം ഉയരട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.